അനന്ത RW എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ID എന്ന് വന്ന ചോദ്യമാണ് കേട്ടോ. കുഞ്ഞിനെ ഫിറ്റ്സ് വന്നു. അപ്പോൾ ഇനി അത് വരാതിരിക്കാനായിട്ട് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേക്കുറിച്ച് പറയാം. ഈ ഫിറ്റ്സ് എന്നൊക്കെ പറയുന്നതേ ഇപ്പോൾ രണ്ട് തരത്തിൽ കാണാറുണ്ട്. ഇപ്പോൾ പാരമ്പര്യമായിട്ട് കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ദീർഘകാലമായിട്ട് നിലനിൽക്കുന്ന ഒരു അസുഖം കൂടിയാണ്. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ. പിന്നെ ചില കുട്ടികൾക്ക് നന്നേ ചെറിയ കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ വന്ന് കാണാറുണ്ട്. ഇപ്പോൾ അവർക്ക് പനിയൊക്കെ വരികയാണ്. അപ്പോൾ നല്ല ഹൈ ഫീവറിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ഇതുപോലെ ഫിറ്റ്സ് കാണപ്പെടും. അപ്പോൾ അത് അത്ര അപകടകരമല്ല എന്നാണ് പറയാറുള്ളത് കേട്ടോ. അത് ഏത് തരത്തിലുള്ളതാണെന്ന് ഈ ചോദ്യത്തിൽ മനസ്സിലായിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനി അങ്ങനെയുള്ള ക്രിട്ടിക്കൽ കണ്ടീഷൻസ് വരാതെ നോക്കുക. അപ്പോൾ ഒരു 5 വയസ്സ് വരെയൊക്കെ ശ്രദ്ധിച്ചാൽ പിന്നെ അത് അവർക്ക് ഉണ്ടാകില്ല. അപ്പം അങ്ങനെയും പറയാറുണ്ട്. അപ്പോൾ ഈ വഴിപാടുകൾ എന്ന് പറയണതേ ഇത് തലച്ചോറിനെയൊക്കെ ബാധിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ സപ്തശുദ്ധിയൊക്കെ ചെയ്യുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ മാറാറുണ്ട്. പിന്നെ ഇപ്പോൾ കാളിയമർദ്ദനം ചെയ്യാം, അസുഖങ്ങൾ മാറാനായിട്ട് കൃഷ്ണനാട്ടം അത് ചെയ്യാം, എള്ളുകൊണ്ട് തുലാഭാരമൊക്കെ തൂക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെ പ്രാർത്ഥനയ്ക്ക് അനുസരിച്ചാണ്. ഏത് വഴിപാട് വേണമെങ്കിലും സമർപ്പിക്കാം. പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. നാമം ജപിക്കുക, ഈ കുട്ടിയെ തൊട്ടുകൊണ്ട് നാമം ജപിക്കുക. കാരണം കുട്ടികൾക്ക് നാമം ചൊല്ലാനൊന്നും അറിയില്ല. അപ്പം അമ്മമാരോ മുതിർന്നവരോ ആരെങ്കിലും ആ കുട്ടിയെ തൊട്ടുകൊണ്ട് നന്നായിട്ട് നാമം ചൊല്ലുക, അതാണ് പറയാറുള്ളത് കേട്ടോ. ഒപ്പം തന്നെ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ചെയ്യാം. അപ്പം അങ്ങനെ ഒരുവിധം അസുഖങ്ങളൊക്കെ മാറിക്കിട്ടും. പിന്നെ മഹാദേവനെ പ്രാർത്ഥിക്കുക, മഹാദേവ ക്ഷേത്രത്തിലൊക്കെ പോകുക, പിന്നെ ധാര പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യാം. ഭസ്മം തൊടിയിക്കുക കുഞ്ഞിനെ. അത് സന്ധികളൊക്കെ ഉണ്ടല്ലോ, കൈമുട്ട് കാൽമുട്ട് അങ്ങനെയുള്ള സന്ധികളിലൊക്കെ ഭസ്മം തൊടിക്കുക. നന്നായിട്ട് മഹാദേവൻ്റെ അടുത്തും പ്രാർത്ഥിക്കാം. കാരണം മഹാദേവൻ ഈ ചവിട്ടി പിടിച്ചിരിക്കുന്ന ഒരു ഭൂതമുണ്ട്, അപസ്മാരം എന്ന പേരുള്ളത്. അതിന് വേറെ അർത്ഥതലങ്ങളുണ്ടെങ്കിൽ കൂടെ അതിനെ ചവിട്ടി പിടിച്ചിരിക്കുക ഈ അപസ്മാരത്തെ. അതേപോലെ തന്നെ ഈ അസുഖത്തെയും ചവിട്ടി പിടിച്ചോളും, നമുക്ക് വരാതെ സംരക്ഷിച്ചോളും. അതുകൊണ്ടാണ് മഹാദേവനെയും കൂടെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് കേട്ടോ. ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുക, മഹാദേവനെ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് സാധിക്കുന്ന, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന വഴിപാടുകൾ ഏതാണോ അത് ചെയ്യാം. നന്നായിട്ട് നാമം ജപിക്കുക. പ്രാർത്ഥനയ്ക്കാണ് ഏറ്റവും വലിയ ഫലം ലഭിക്കുക എന്നാണ് പറയാറുള്ളത് കേട്ടോ.